ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു നൈറ്റ് റെൻഡർ എങ്ങനെ എടുക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ട് എക്സ്റ്റീരിയറൊക്കെ റെൻഡറിങ്ങൊക്കെ നമ്മൾ നോക്കിയ മോഡലാണിത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇതിനെ ഒന്ന് നൈറ്റ് ആക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മളൊരു സബ്സ്ക്രൈബർ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കമൻസാണ് ഞാൻ എപ്പോഴും എടുത്തിട്ട് എൻ്റെ വീഡിയോസ് ആക്കുന്നത്. എൻ്റേതായിട്ടുള്ള ഐഡിയാസും പറയുകയാണെങ്കിൽ വളരെ കുറവാണ്. നിങ്ങൾ പറയുമ്പോൾ എനിക്കും ക്ലിക്കാവും, അതുകൊണ്ട് ചെയ്തുവിടാമെന്ന് തോന്നുന്നു, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കമൻറ്റ് ഇട്ടതിന് നന്ദി. അപ്പോൾ ഈ നൈറ്റ് റെൻഡർ എടുക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ എൻ്റെ മോഡലിൽ അതുപോലെ എൻ്റെ റെൻഡറിൽ ചെയ്യുന്ന അതേ സ്റ്റെപ്സ് അതേപടി നമ്മൾ കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ അതേ ഭംഗിയിലേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഇതിനെ നിങ്ങൾ എങ്ങനെ ഭംഗിയാക്കുമെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് എന്നല്ല, കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, എന്തൊക്കെ ഞാൻ ട്വീക്ക് ചെയ്യുന്നു, മാറ്റുന്നു, വ്യത്യാസം വരുന്നു എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് മെയിനായിട്ട്. അല്ലാണ്ട് അതേപടി നിങ്ങൾ ചെയ്യാൻ നോക്കരുത്. നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ സീനിനെ മെച്ചപ്പെടുത്തിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നൊരു സീനിനെ ഞാൻ മാറ്റിയെടുത്തത് ഈ ഒരു രൂപത്തിലേക്കാണ്. നൈറ്റ് റെൻഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 ഷോട്ട് എടുത്ത് നോക്കി. കണ്ടു കുറച്ച് മങ്ങിയ പോലെ, പിന്നെ സാധാരണ കാണുന്ന ഒരു നീല ആകാശം കൊടുത്ത് നോക്കിയതാണ്. പിന്നെ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഇരുട്ടിയ വെർഷൻ. പക്ഷെ എനിക്കിഷ്ടമായത് എപ്പോഴും ഇതാണ്, ഫുൾ ഡാർക്കായിട്ട് വന്നിട്ടുള്ള മോഡൽ. നമ്മുടെ മോഡലിലേക്കുള്ള ഒരു ഡീറ്റെയിൽ വളരെ കുറയും, പക്ഷേ നൈറ്റ് റെൻഡർ കിട്ടി. അതിനെ തന്നെ ഒന്ന് AI വെച്ച് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി തെളിഞ്ഞു വന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ കണ്ടില്ല, ഇപ്പം ഈ ഒരു ലൈറ്റ് റെൻഡറിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയായിരിക്കുന്നത്. ഇപ്പോൾ താഴെ ഞാൻ പ്രസിപ്പിറ്റേഷൻ ഓണാക്കിയിട്ട് പഡിൽസ്, വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ലൈറ്റ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ ഭംഗിയുണ്ട്. അതുപോലെ കാറിൻ്റെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളും നോക്കുക, നമ്മൾ കോമ്പൗണ്ട് വാളിലൊക്കെ കൊടുത്തിരിക്കുന്ന ലൈറ്റ്, പിന്നെ വീടിൻ്റെ ഈ വിൻഡോൻ്റെ കർട്ടൻ്റെയൊക്കെ അവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് എടുത്ത് കാണുന്നത്. വീടിൻ്റെ ഒരു ഡീറ്റെയിൽ ഇതിൽ വളരെ കുറവാണ്, കാരണം രാത്രിയാണല്ലോ. പിന്നെ നമുക്ക് ആകാശം പറയുകയാണെങ്കിൽ ഒന്നും കാണുന്നുമില്ല എന്ന് പറയാം. ഇതിൽ നമ്മൾ എൻഹാൻസ് ചെയ്തപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, നമ്മുടെ ചുറ്റും നിൽക്കുന്ന മരങ്ങളൊക്കെ എടുത്ത് കാണുന്നത്. അപ്പം ഈ ഒരു കാലത്തിലേക്ക് വരണമെങ്കിൽ സംഭവം എളുപ്പമാണ്. പക്ഷേ ഈ മോഡൽ ഞാൻ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും നമ്മളിതിന് മുന്നേ എടുത്തിരുന്ന റെൻഡറുകളിൽ ഇല്ലാതിരുന്ന ഒരു സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഇരിക്കുന്ന വാൾ ലാമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാനിപ്പോൾ വെച്ചതാണ്, കാരണം നമുക്ക് മാക്സിമം ലൈറ്റ് വേണം. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്, എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെയും ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, ഞാൻ എല്ലാം കളയും കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന ലൈറ്റുകൾ മനസ്സിലായില്ലേ, സ്ട്രിപ്പ് ലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ല ശരിക്കും. മെയിനായിട്ട് അതാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു സാധനത്തിന് എനിക്ക് മുമ്പിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റിൽ നേരെ നമ്മുടെ എന്താ പറയുക, സ്കൈ ലൈറ്റും അത് ബാക്ക്ഗ്രൗണ്ട്, ഇത് രണ്ടുമാണ് നമ്മുടെ ലൈറ്റ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ നമ്മുടെ സണ്ണ്. അപ്പോൾ സണ്ണില്ല, രാത്രിയാണല്ലോ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ ഇരുട്ടായി, കണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ടും എനിക്ക് വേണ്ട, അപ്പോൾ അതും ഇരുട്ടായി. ഇപ്പോഴും കണ്ടോ ഒരു ലൈറ്റ് ഉണ്ടല്ലോ ഇവിടെ, അതായത് നമുക്ക് സ്കൈ ലൈറ്റും ഉണ്ട്. അപ്പോൾ ഇതും ഞാൻ കളഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടാവും. അപ്പോൾ നിങ്ങൾ ഈ സ്കൈ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ സീൻ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടത്. കാരണം ഒട്ടും വെളിച്ചില്ലെങ്കിൽ ഒന്നും കാണില്ലല്ലോ, അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടും വെളിച്ചില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലൈറ്റ് ഉണ്ടെങ്കിലാണ് നമ്മുടെ സീൻ കാണത്തുള്ളൂ, മനസ്സിലായല്ലോ. ഞാൻ സ്ട്രിപ്പ് ലൈറ്റുകൾ ഇട്ടിരുന്നത് ഞാനൊന്ന് ഓണാക്കിയാൽ നമ്മുടെ റൂംസ് ഓരോന്നായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റും എവിടെയൊക്കെയാണെന്നുള്ളത്. കണ്ടോ, ഈ സ്ട്രിപ്പ് ലൈറ്റുകൾ വന്നുകൊണ്ടാണ് ആ റൂം മനസ്സിലാവുന്നത്. പിന്നെ ഈ വീട് കാണണമെങ്കിൽ എന്താ നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ, നമ്മുടെ ഈ അസറ്റ്സിൽ നമുക്ക് പലതരം ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ മോഡലിൽ നമ്മുടെ ഇൻഡോറിൽ ലാംപ്സിൽ പോയി കഴിഞ്ഞാൽ കുറേ തരം ലൈറ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ എന്താ പറയുക, പലതരം ലൈറ്റുകളുള്ളതിൽ ഈ വാൾ ലാംപ്സ് കണ്ടോ, നിങ്ങൾ ഈ വാൾ ലാംപ്സ് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പലതരം വാൾ ലൈറ്റുകളുണ്ട്. ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് കണ്ട ഈ ഒരു ചൈനീസ് മെറ്റൽ ബ്രാസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് ഈ ഒരു മതിലും വെച്ചിരിക്കുന്നതാണ്. അത് ഞാനിവിടെ ഓണായി കാണിച്ചു തരാം. കണ്ടോ, 2 വാൾ ലാമ്പുണ്ട് ഇവിടെ. ഇന്ന് രാവിലെ ആക്കി നോക്കട്ടെ, കാണുന്നില്ല.
കണ്ടോ, ഈ 2 വാൾ ലാമ്പ് കണ്ടില്ലേ, ഈ 2 വാൾ ലാമ്പാണ് മെയിനായിട്ട് ഞാൻ വെച്ചത് നമ്മുടെ സീനിലേക്ക്. ഇപ്പം ഞാൻ ജിയോ ആൻഡ് സ്കൈ ആയിട്ടിരിക്കുന്നത് നോക്കണം. HDRI ജിയോ ആൻഡ് സ്കൈയിൽ ഞാൻ കൊണ്ടുവന്നിട്ട് 2 വാൾ ലാമ്പ് വെച്ചു. ഇനി ഇതിനെനിക്ക് ഞെക്കിയിട്ട് ഈ വാൾ ലാമ്പിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ നമുക്ക് കാണാം. അതെനിക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അത് നിങ്ങൾ ട്വീക്ക് ചെയ്ത് നോക്കണം എങ്ങനെയാണ് നിങ്ങളുടെ സീനിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ തെറ്റി വെച്ചിരുന്നതാണ്. അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ റൂമിൻസിൻ്റെ അകത്തുള്ള ഈ ലൈറ്റുകൾ, ഇത് നിങ്ങൾക്കൊന്ന് വാം ടോൺ ആയി കൊടുത്താൽ കുറച്ചുകൂടി നല്ലതാണ്. കാരണം വീടിൻ്റെ അകത്തൊരു വാം ടോൺ അടിക്കുന്ന ചെറിയൊരു യെല്ലോ ടച്ച് ഉള്ളതാണ് എപ്പോഴും നല്ലത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ അകം പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന രീതിയിലുള്ളത് ഈ സ്ട്രിപ്പ് ലൈറ്റ് ഇട്ട് കൊടുക്കുക. അതായത് ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ എന്താ പറയുക സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു. അതാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റിൻ്റെ കാര്യം ചെയ്തു. എപ്പോഴും നമുക്ക് നോക്കുവാണെങ്കിൽ എൻ്റെ വീട് കാണുന്നില്ല. അപ്പോൾ എനിക്ക് വീട് കാണാൻ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ മതിലുമേന്ന് ഒരു ലൈറ്റ് എടുത്തിട്ട് ഈ വീടുമേലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവോ എന്ന് ഞാൻ നോക്കിയത്. അപ്പോൾ അങ്ങനെ ഈ അസറ്റ്സിൽ എന്താ പറയുക, ഈ നമ്മുടെ ഈ വാൾ ലാമ്പിലല്ല, ഈ കുറച്ച് സ്റ്റേജ് ലൈറ്റ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഡൗൺ ലൈറ്റ്സിൽ ഇതിനുള്ള ലൈറ്റ് എല്ലാം എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ട് ലൈറ്റ്, അതായത് ഒരു പോയിന്റിലേക്ക് അടിക്കുന്ന തരത്തിലെ ലൈറ്റാണ് ഡൗൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് ഞാൻ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയി. അപ്പോൾ കണ്ടോ ഹൊറിസോണ്ടൽ സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക ലേസർ അടിക്കുന്ന പോലെ ഇങ്ങനെ അടിക്കുന്ന സാധനം, ഇല്ല പ്രൊജക്റ്റ് ചെയ്തടിക്കുന്നതാണ്. ഈ സ്പോട്ട് ലൈറ്റ് ഞാൻ വെറുതെ എടുത്ത് വെച്ച് നോക്കി. ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചപ്പോൾ കണ്ട ഓൾറെഡി ആ വീട്ടിലേക്ക് അടിക്കുന്നില്ല. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അതൊന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിതോടെ പ്ലേസ് ചെയ്ത് നോക്കിക്കണ്ടോ, എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. അതിന് ഞാൻ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് ലൈറ്റ് അടിക്കണം എനിക്ക് ആ രീതിയിൽ എനിക്കതിനെ ഫോക്കസ് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ ഒരുപാട് ഇൻറ്റൻസിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇനി എനിക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ബാറിൽ വന്നിട്ട് എനിക്ക് സ്പോട്ട് ലൈറ്റിനെ എടുത്തിട്ട് അതിനെ ഇൻറ്റൻസിറ്റി കൂട്ടുക കുറക്കുക, അതിൻ്റെ കോൺ ആംഗിൾ കൂട്ടുക കുറക്കുക, അതിൻ്റെ റേഡിയസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ടെമ്പറേച്ചർ എല്ലാം കൺട്രോൾ ചെയ്യാം. ഇവിടെ ഇതിൽ പോയി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു സൈഡിൽ വെച്ചപ്പോൾ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് കിട്ടി, അപ്പോൾ അപ്പുറത്തും വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ലൈറ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അതാ ചെയ്ത്. അതായത് ഈ ഹൊറിസോണ്ടൽ ലൈറ്റ്സ് ഞാൻ രണ്ടും ആണ് വെച്ച് കൊടുത്തു. അപ്പോൾ ഈ ലൈറ്റ് അങ്ങോട്ടും ആ ലൈറ്റ് ഇപ്പുറത്തേക്ക് അടിക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ചത്. കാണുന്നില്ല എന്ന് തോന്നുന്നു, ഒന്ന് ചരിച്ച് നോക്കട്ടെ. ഓക്കെ, ചെറിയ രീതിയിൽ ലൈറ്റ്. ഇപ്പോഴും എന്താ പറയുക, നമ്മുടെ സീൻ ഒട്ടും വെളിച്ചമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ, നമ്മൾ ഈ HDRI ഏതെങ്കിലും ഒക്കെ ഇട്ട് നോക്കാം നമ്മളതിലുള്ളത്. ഞാനിപ്പോൾ അതിൽ തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്ന സീനുണ്ടല്ലോ, ആ സീനിൽ തന്നെ പോവാം. ഈ സീനിൽ എന്താ പറയുക വൈഡ് സ്ട്രീറ്റ് എന്നൊരു HDRI കിടക്കുന്നത്. സൺ വേണ്ട, നമ്മൾ പറഞ്ഞ പോലെ സൺ വേണ്ട. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാക്സിമം ഡാർക്കാക്കാം. സ്കൈ ലൈറ്റും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ഒരു ഇതിൽ പോയിന്റിലേക്ക് അങ്ങ് ഇടാം. ഇനി എഫക്ട്സിൽ പോയിട്ട് ഞാൻ എന്താ പറയുക ഈ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. ഇത് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വെളിച്ചം കൂടും, കുറച്ച് കഴിഞ്ഞാൽ വെളിച്ചം ഭയങ്കരമായിട്ട് കുറഞ്ഞും പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അതും പറ്റില്ല, കാണണമല്ലോ നമുക്ക്. പിന്നെ അതുപോലുള്ളത് വൈറ്റ് ബാലൻസും കാര്യമുള്ള, അത് കുറച്ച് നീലമയം കൊണ്ടുവരണമെങ്കിൽ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുക, കുറച്ച് മഞ്ഞപ്പോൾ ആണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അതും ചെയ്തപ്പോഴും എൻ്റെ ഒരു ലുക്ക്, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലുക്കിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഞാൻ എത്തി നിൽക്കുന്ന ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഫുൾ ഇരുട്ട് എന്നുള്ള അവസ്ഥയാണ്. മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ HDRI ഇട്ടിട്ടില്ല, ജിയോ ആൻഡ് സ്കൈ ആയിട്ടിരിക്കുന്നത്. കാരണം HDRI ഇടുമ്പോഴൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ഇരുട്ടായി പോകുന്നതിൻ്റെ ഒപ്പം എൻ്റെ സീൻ, അതായത് എൻ്റെ മോഡലിനൊട്ടും വെളിച്ചമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. HDRIയിൽ എപ്പോഴും ഈ സാച്ചുറേഷൻ അതുപോലെ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റർ ആയിരിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതിനെ പോയി എന്താ പറയുക മരിച്ച് ട്വീക്ക് ചെയ്താലാണ് നമുക്ക് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, HDRIനെ വിട്ടു. എന്നിട്ട് നേരെ ജിയോ ആൻഡ് സ്കൈയിൽ വന്നിട്ട് നേരെ രാത്രി 10 മണി ആക്കി. ഇപ്പോൾ രാത്രി ആയല്ലോ, മനസ്സിലായില്ല? ഇപ്പോൾ ഞാൻ രാവിലെ ആയി കഴിഞ്ഞാൽ ഒട്ടും ഭംഗിയുണ്ടാവില്ല, നേരെ രാത്രിയാക്കി. രാത്രി ആക്കണതിൻ്റെ ഒപ്പം ഞാൻ ഈ
ഇതൊക്കെ ഒന്ന് വെറുതെ അങ്ങോട്ട് തിരിച്ചൊക്കെ നോക്കി, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം ഫുൾ ഇരുട്ടായി കഴിഞ്ഞാൽ ഒന്നും കാണില്ലല്ലോ. അതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രസിപ്പിറ്റേഷൻ ഓണാക്കിയിട്ട് നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് കാണാം, അതായത് 0.5 നേരെ വരും ഓണായി കഴിയുമ്പോൾ. മഴ പെയ്ത് കഴിഞ്ഞ് വൃത്തിയിടാം. അപ്പോൾ ഞാൻ നേരെ സ്ട്രെങ്ത് അങ്ങ് 0 ആക്കി കൊടുത്തു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കും, പക്ഷേ മഴ പെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതായത് സ്ട്രെങ്ത്ത് കൂട്ടിയും കുറഞ്ഞിട്ടും കൊടുക്കാം. സ്ട്രെങ്ത്ത് ഇല്ലയെന്ന് പറഞ്ഞാൽ മഴ പെയ്യണില്ല, പക്ഷേ പ്രസിപ്പിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം കെട്ടിട്ടും. ഇനി പടലിൻ്റെ വലിപ്പം, അത് വെള്ളക്കെട്ടിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ ഈ പടലിൽ നിന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഞാനത് ഏകദേശം നമുക്ക് വെള്ളപ്പൊക്കം പോലെ ഇങ്ങനെ കെട്ടി നിൽക്കേണ്ട കാര്യമില്ല, ഒരു കുറച്ചൊന്ന് വെള്ളം അവിടെയൊക്കെ കണ്ടാൽ മതി എന്നുള്ളതാണ് ഞാൻ പകുതി കിട്ടും 0.5 ഒക്കെ കൊടുത്തു. പിന്നെ ഈ നിങ്ങൾക്ക് നോക്കേണ്ട പ്രസിപ്പിറ്റേഷനിൽ നേരെ അപ്പുറത്തേക്ക് പോയ സ്നോയാണ് അത് അറിയിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫുൾ റെയിനിലേക്ക് മുട്ടിച്ചിട്ടേക്കുക, ഇങ്ങനെ മുട്ടിച്ചിട്ടേക്കുക. നേരെ അപ്പുറത്തേക്ക് പോയാൽ മഞ്ഞ് വീഴും. മഞ്ഞ് വീഴ്ത്തേണ്ട ആവശ്യമില്ല, മഴ തന്നെ മതി, ശ്രദ്ധിക്കുക. പിന്നെ ക്ലൗഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ക്ലൗഡ് ഇപ്പോൾ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും കാര്യമൊന്നുമില്ല, കാരണം എഫക്റ്റ് ഇല്ല ക്ലൗഡിന്, കാരണം ലൈറ്റ് ഇല്ലല്ലോ നമുക്കൊട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ജിയോ ആൻഡ് സ്കൈയിൽ ഇട്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട്, എന്താ പറയുക, കുറച്ചും കൂടി രാത്രി കാണാനായിട്ട് ഭംഗി തോന്നിയത്. പക്ഷേ എനിക്ക് അപ്പോഴും ഈ ഒരു ഏരിയ, വീടിൻ്റെ ഈ മുകളിലൊന്നും നമുക്ക് ലൈറ്റില്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതുപോലെ തന്നെ ഉള്ള സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് കൊടുത്ത് ലൈറ്റ് അപ്പ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ നമുക്കവിടെ ലൈറ്റ് സോഴ്സ് ഇല്ല. അതായത് ഇപ്പം എൻ്റെ മോഡലിൽ ഇവിടെ ലൈറ്റ് സോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞ് ഇവിടെ എൻ്റെ വീട് കാണില്ല. അതുതന്നെ ശരിക്കും നടക്കാൻ പോണത്, ഈ വീടിൻ്റെ ഈ ഭാഗം കാണില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ പോയില്ല, അങ്ങനെ തന്നെ ഇട്ടു. നമ്മൾ ഏറ്റവും മിനിമമായിട്ട് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വാൾ ലാമ്പ് ഞാൻ 2 കൊണ്ടുവന്ന് വെച്ചു, വീടിൻ്റെ അകത്തുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് വെച്ചു, പിന്നെ ഈ പ്രൊജക്ടർ ലൈറ്റുകൾ 2 കൊണ്ടുവന്ന് വീട്ടിലേക്ക് അടുപ്പിച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് HDRI ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ജിയോ ആൻഡ് സ്കൈയിൽ കൊണ്ടുവന്ന് നേരെ രാത്രിയാക്കി. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ക്ലൗഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രസിപ്പിറ്റേഷൻ ഓണാക്കി കൊടുത്തിട്ട് നമ്മുടെ പടൽസ് കൊണ്ടുവന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണത്, ഇപ്പോൾ ഈ കാറിൻ്റെയൊക്കെ ലൈറ്റ് ആയിക്കോട്ടെ, വീടിനുള്ള ലൈറ്റ് ആയിക്കോട്ടെ, എനിക്കിവിടെ താഴെ റോട്ടിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നതുകൊണ്ട് ഈ സീനിന് കുറച്ച് ഭംഗിയുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കാറിനൊക്കെ ഒരു മെറ്റാലിക് എഫക്റ്റ് ഓൾറെഡി പെയിൻ്റ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിലും വെള്ളം വീണിട്ടുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് വെള്ളം റിഫ്ലക്റ്റ് ചെയ്യുന്നു, വെള്ളം പിന്നെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, എല്ലാം കൂടി ആയിട്ടാണ് ഈ കാണുന്നൊരു ഭംഗിയിലേക്ക് എത്തിയത്. എനിക്ക് ഈ ഒരു ഷോട്ടാണ് ഇഷ്ടപ്പെട്ടത് മെയിനായിട്ട്. ഞാൻ വേറെ എടുത്തതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ രാത്രിയും പകലൊക്കെ ഞാൻ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതായത് നിങ്ങൾ ഈ കാണുന്നൊരു സീൻ കണ്ടോ, ഇങ്ങനത്തെ ഒരു വയലറ്റോ അല്ലെങ്കിൽ ഒരു നീല കളറോ കൊണ്ടുവരാനായിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതും ജിയോ ആൻഡ് സ്കൈയിൽ തന്നെയാണ് ഞാൻ കളിച്ചത്. അതിൽ എഫക്റ്റിൽ ഞാൻ വൈറ്റ് ബാലൻസ് എടുത്തിട്ട് കുറച്ച് യെല്ലോ ഒരു ടിൻറ്റിലേക്ക് കൊണ്ടുവന്നു. അതുകൂടാതെ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ കളർ ഗ്രേഡിങ് നടത്തിയിട്ടുണ്ടായി കുറച്ച്. അതായത് നമ്മളിവിടെ മെനുവിൽ പ്രിഫറൻസിൽ വിഡ്ജറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കളർ ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രോ വെർഷനിൽ ഉള്ളൊരു ഓപ്ഷനാണിത്, കളർ ഗ്രേഡിങ്. അത് ഓണാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മിഡ് ടോൺസ്, അതായത് ഞാൻ ബ്ലൂവിലേക്ക് കൊണ്ടുവന്ന് ഹ്യൂ വെച്ചിട്ട് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. കാരണം എൻ്റെ ഈ പുറകെ കാണുന്നത് നിങ്ങൾക്ക് ഈ സീനിൽ കണ്ടാൽ അറിയാം, കാരണം ഇതൊരു വയലറ്റ് കളറാണ് കണ്ട. ഇതിലെൻ്റെ മിഡ് ടോൺസ് കിടക്കുന്ന 0 ഞാൻ മറ്റേ സീനിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആ മിഡ് ടോൺസിനെടുത്തിട്ട് ഞാൻ വയലറ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരെ വൈബ്രൻസിയൊക്കെ ഒന്ന് കൂട്ടി കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഹൈലൈറ്റ്സിൽ ഞാൻ എൻ്റെ യെല്ലോ, അതായത് ഈ ലൈറ്റിൻ്റെ കളറാണ് യെല്ലോ, അകത്തുള്ള കുറച്ച് ചെറിയൊരു യെല്ലോയിഷ് വരാൻ വേണ്ടി ഞാൻ ആ യെല്ലോനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട് ഇവിടെ, അകത്തുള്ള ലൈറ്റ് വെറുതെ വൈറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു സീനിൽ ഞാൻ മെയിനായിട്ട് ചെയ്തത്. കളർ ഗ്രേഡിങ് എന്ന രീതിക്ക് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എനിക്ക് അപ്പോഴും ഈ ഒരു ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കാർട്ടൂണിഷ് ലുക്ക്, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് ഭയങ്കരമായിട്ട്. അതായത് ഈ ഒരു മരവും ഈ സ്കൈയും തമ്മിൽ ചേരാത്തൊരവസ്ഥ എനിക്ക് തോന്നിയായിരുന്നു. അതുപോലെ തന്നെ ആദ്യം ചെയ്ത് നോക്കിയാണ് കണ്ടോ. ഇതൊക്കെ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ മോഡലൊക്കെ നല്ലോണം എടുത്ത് കാണുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിനൊരു ഭംഗിയില്ല. അതിൻ്റെ എന്താ പറയുക, റെൻഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഈ റെൻഡറൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം നീല ആകാശം എടുത്തിട്ടുള്ള റെൻഡറാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം, എനിക്കൊട്ടും ഇഷ്ടമായില്ല. പക്ഷെ അപ്പോഴും എടുത്തു നിൽക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ വാൾ ലാമ്പ് വെച്ചതും നമ്മൾ മഴ പെയ്ച്ചത് കൊണ്ടുണ്ടായിരുന്ന റിഫ്ലക്ഷനും പിന്നെ വീടിനകത്തിട്ടിരിക്കുന്ന സ്ട്രിപ്പ് ലൈറ്റ്സ് കണ്ടില്ലേ, ഇത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ചെയ്യാനുള്ളത്. അതായത് രാത്രി ആയതുകൊണ്ട് നമുക്ക് മോഡൽ കാണണമെങ്കിൽ ലൈറ്റ് വേണം. ലൈറ്റ് എങ്ങനെ എത്തിക്കുക എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതിലിപ്പോൾ
ആ പ്രൊജക്ടർ ലൈറ്റ് ഇടാനുള്ള പ്രൊജക്ടർ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചിട്ടുള്ളൊരു ഷോട്ടായിരുന്നു അത്. പക്ഷെ ഇത് രാത്രി ആയിട്ടില്ല, ഹൈ നോക്കുകയാണെങ്കിൽ മഴക്കാറാണ് കാണുന്നത്. ഇതാണ് പ്രോപ്പർ രാത്രി എന്ന് പറയുന്നൊരു ലുക്ക് എനിക്ക് കിട്ടിയത്. അതായത് ജിയോ സ്കൈയിൽ നേരെ പോയിട്ട് 10 മണി സമയം ആക്കി കൊടുത്തു, ഒറ്റയടിക്ക് രാത്രിയായി. പിന്നെ നമ്മൾ ലൈറ്റെല്ലാം വെച്ച് കൊടുത്തു. പക്ഷെ ഇങ്ങനൊരു ഷോട്ട് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്ര ഭംഗിയിലേക്ക് വന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ എന്താ പറയുക, ഞാനും പഠിച്ചു വരുന്ന കാര്യമാണ് നൈറ്റ് റെൻഡർ. ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി. ഞാൻ ഇതുവരെ നൈറ്റ് റെൻഡർ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു കാലത്തിലേക്ക് ഇപ്പോൾ എത്തി. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ചെയ്തത് രീതി അല്ല നിങ്ങൾ നോക്കേണ്ടത്, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് എന്തൊക്കെ എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലാണ് വ്യത്യാസങ്ങൾ വരുത്തുക എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അതായത് മെയിനായിട്ട് വീടിനകത്ത് ലൈറ്റ്, അതുപോലെ കോമൺ വാളിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അത്. പിന്നെ ഇപ്പോൾ ഒരു നമ്മുടെ റോഡ് പോലത്തെ ഒരു പരിസരമാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ലൈറ്റപ്പ് ചെയ്യുക. മാക്സിമം ലൈറ്റ്സ് കൊണ്ടുവരിക, എന്ന് വൃത്തികേടാകാതെ നോക്കുക. അതുപോലെ വീട്ടിലേക്കൊക്കെ ലൈറ്റ് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അറിയാത്ത രീതിയിൽ ഇതുപോലെ കുഞ്ഞ് പ്രൊജക്ടറൊക്കെ പോലത്തെ ലൈറ്റൊക്കെ വെച്ചിട്ട് നിങ്ങൾ അടിക്കാൻ നോക്കുക വീട്ടിലേക്ക്. ഓക്കെ. പിന്നെ പ്രൊവർഷനൊക്കെ ഉണ്ടെങ്കിൽ കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം. എനിക്കത് വലിയ ഐഡിയ ഇല്ലാത്ത കാര്യമാണ് കളർ ഗ്രേഡ് ചെയ്യാനൊക്കെ. അപ്പോൾ അതറിയുമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ട്വീക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, HDRI ഇടുന്നത് ഒഴിവാക്കുക. കാരണം നല്ല സ്റ്റാറി സ്കൈ എന്ന് HDRI കിട്ടിയാലേ കാര്യമുള്ളൂ. ഞാൻ കുറച്ച് തപ്പി നോക്കിയിട്ടൊന്നും ഇവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ HDRI ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് ഇതേപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് സ്കൈ ലൈറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയിലുള്ള വ്യൂ കിട്ടുമായിരിക്കും. ഞാൻ പറയുന്നത് പ്യുവർലി നമ്മുടെ മോഡലിനെ ബേസ് ചെയ്തിരിക്കുകയല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഈ സെയിം റീസെറ്റ് എടുത്തിട്ട് വേറൊരു വീട്ടിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭംഗി കിട്ടണമെന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ നോക്കുക. അപ്പോൾ ഓക്കെ, ശരി.